ഗായ്സ്, എന്തൊക്കെ ഫുഡ് കഴിച്ചാലും അവസാനം കറങ്ങി തിരിഞ്ഞ് ബിരിയാണിയിലേക്ക് തന്നെ എത്തും എന്ന് പറയുന്നത് വളരെ ശരിയാണെന്നുള്ളത് എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് മനസ്സിലായി. ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്നാക്കാന്നുള്ള കാര്യം ഇന്നലെ രാത്രിയെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മറ്റേ മാരക ഡിസ്കഷൻ ആയിരുന്നു, എന്ത് ഓർഡർ ചെയ്യും. അങ്ങനെ പലവരും പലതും പറഞ്ഞു. അവസാനം ഹോട്ടലിൽ പോയിട്ട് നമ്മൾ എന്താ ഓർഡർ ചെയ്ത് ഗായ്സ്? ബിരിയാണി തന്നെ. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ റോസ്റ്റ് ബിരിയാണി, പാപ്പു ചിക്കൻ കബാബ് ബിരിയാണി, അമ്മൂമ്മ ചിക്കൻ ദം ബിരിയാണി. അപ്പൂപ്പ പിന്നെ മത്സ്യ മാംസാദികൾ കഴിക്കാത്ത കാരണം ഇതിലൊന്നും പെടാത്ത മഷ്റൂം ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ ബിരിയാണീസ് എല്ലാം പാർസൽ എടുത്ത് വീട്ടിലെത്തുമ്പോഴേക്കും വൈകിട്ട് 3 മണിയായി. വിശന്നിട്ടാണെങ്കിൽ ആർക്കും കണ്ണ് കാണുന്നില്ല ഗൈസ്. പ്ലേറ്റ് എടുക്കാനുള്ള സ്റ്റാമിന പോലും ഇല്ലാത്ത കാരണം പാത്രത്തോടെ കമുത്താന്ന് വിചാരിച്ചു. സാലഡൊക്കെ ഒഴിച്ച് നല്ലൊരു പിടിയങ്ങ് പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബിരിയാണി കഴിച്ചിട്ട് കുറച്ചായി, അതാണോ ഇത്രയും ടേസ്റ്റ് തോന്നിയെന്ന് അറിയില്ല. മാത്രമല്ല ഗൈസ്, 3 മണി ആയിട്ടുണ്ടായിരുന്നല്ലോ. വിശന്ന് മറ്റേ കുടലൊക്കെ കരിഞ്ഞിട്ട് പണ്ടാരടങ്ങിയിരിക്കുകയായിരുന്നു. എൻ്റെ ഈ തീറ്റ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. വിശപ്പ് വന്ന എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടില്ല ഗൈസ്. ഞാൻ മറ്റേ മാടമ്പള്ളിയിലെ നാഗവല്ലിയാവും. ബിരിയാണി കിട്ടിയ ആക്രാന്തത്തിൽ ഞണ്ണലായത് കാരണം ആദ്യം തന്നെ നോക്കാൻ പറ്റിയില്ല. കഴിച്ച് തീരാറാകുമ്പോൾ നോക്കിയപ്പോൾ എന്താ ഗൈസ്, അമ്മൂമ്മയ്ക്കും പാപ്പുനും ഒരേ ബിരിയാണി. അവൻ ഓർഡർ ചെയ്തത് കബാബാണ്, പക്ഷെ കിട്ടിയത് ദം ബിരിയാണി. എന്റെ കാര്യം കുശാലായി. അവസാനം ഒരു കൈ നക്കല്. ആഹാ, അന്തസ്.